കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വിഷയം, സ്ഥലവും വീടും വിൽക്കാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെ സ്ഥലവും വീടും വിൽക്കാൻ പറ്റുന്നില്ലേ? അതിനുള്ള പരിഹാര മാർഗം, വിൽക്കാനുള്ള പരിഹാര മാർഗമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ദൈവിക വിധി പ്രകാരം സ്ഥലവും വീടും വിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പല കാരണങ്ങൾ കൊണ്ട് സ്ഥലവും വീടും പലർക്കും വിൽക്കേണ്ടതായി വരും, ഇല്ലേ? പല കാരണം ഉണ്ടാവും സ്ഥലം വീടും വിൽക്കാനായിട്ട്. ചിലപ്പോൾ അവർക്ക് കടബാധ്യതയിൽ നിന്ന് രക്ഷ നേടാനായിരിക്കും. കടം കൂടി വരുന്നുണ്ടാവും. ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് അതൊന്നും സമയത്തിന് അടച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ. അതേപോലെ തന്നെ ചിലർക്ക് താമസ സംബന്ധമായ ചില ദോഷങ്ങളുണ്ടാവും, ചില സ്ഥലദോഷങ്ങളുണ്ടാവും, ഇല്ലേ? ചില ദോഷങ്ങളുണ്ടായാലും ആ കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് വിറ്റ് കളയാമെന്ന് തോന്നും. കാരണം അവിടെ താമസിച്ചിട്ട് അവർക്കൊരു ഗതിയില്ല, ഒരു ഉയർച്ചയില്ല. പല പൂജകളും പല വഴിപാടുകളൊക്കെ നടത്തിയിട്ടും അവർക്ക് അതിൽ നിന്ന് ഒരു ഉയർച്ച കിട്ടുന്നില്ല. അതങ്ങനെ വിറ്റ് കളയാമെന്ന് തോന്നും. അപ്പം അങ്ങനെയുള്ളവർക്കും കുടുംബത്തിലെ ഈ വസ്തുക്കൾ വിൽക്കണമെന്നൊക്കെ തോന്നും. അങ്ങനെ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ, സ്ഥലവും വീടും ഒക്കെ വിൽക്കണമെന്ന് തോന്നുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കണം. സ്ഥലം വീടും വിൽക്കാൻ ജാതകം എന്തിനാണ് പരിശോധിക്കണമെന്ന് ചിലവർ ചോദിക്കും. എൻ്റെ കാരണമുണ്ട്. നിങ്ങൾക്ക് ജാതകവശാൽ കുജൻ ഇപ്പം എവിടെയാണ് നിൽക്കണമെന്ന് നോക്കണം. കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ ഭൂമിയുടെ കാരകനാണ്. ഭൂമിയുടെ കാരകനാണ് ചൊവ്വ. ആ ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ല, നിങ്ങളിൽ നിന്നും ആ വസ്തു വിറ്റു പോകില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായി ജാതകത്തിൽ നിൽപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാരവശാൽ നിങ്ങൾക്ക് അനുകൂലമായി നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ആ ഭൂമി അല്ലെങ്കിൽ ആ വസ്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ല. കുജൻ അതായത് ചൊവ്വ നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ആ വസ്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പം അതിന് ഉള്ള പരിഹാരം ചെയ്താൽ മതി. ആ പരിഹാരം ചെയ്യുമ്പോൾ ആ വസ്തു പെട്ടെന്ന് നിങ്ങളുടെ പോകും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ജാതകം ഒന്ന് പരിശോധിക്കാൻ പറയുന്നത്. അല്ലാതെ നിങ്ങളെ കളിയാക്കാൻ വേണ്ടി പറയല്ല. ചിലവർ കളിയാക്കും, ഇതല്ലേ വസ്തു വെക്കാൻ വേണ്ടി ജാതകം നോക്കേണ്ട കാര്യമുണ്ടാകും. ജാതകം നോക്കേണ്ട കാര്യമുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ചൊവ്വ നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നത്? ഭൂമിയുടെ കാരകനായ ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ ആണോ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് അതിന് പറ്റിയ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ആ വസ്തു നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവഹിതത്താലാണ് ചില വസ്തുക്കൾ നമ്മളിൽ വന്ന് ചേർന്നിട്ടുണ്ടാവുള്ളൂ. ചില കാര്യങ്ങൾ ദൈവഹിതത്താൽ അപ്പം നമുക്ക് വന്നു ചേരേണ്ട വസ്തുവാണ്, നമ്മളിലേക്ക് വരേണ്ട വസ്തുവാണ്. അതുകൊണ്ടാണ് നമുക്കത് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നമ്മളിൽ നിന്ന് ആ വസ്തു എങ്ങനെ വിൽക്കാൻ നോക്കിയാലും പോകില്ല. നമ്മളിലോട്ട് അടുത്ത് നിൽക്കുള്ളൂ ആ വസ്തു. അപ്പം പെട്ടെന്ന് നമ്മളിൽ നിന്നോട്ട് അങ്ങനെ പോകില്ല. അപ്പം അങ്ങനെയുള്ള വസ്തു വിൽക്കാൻ വേണ്ടിയാണ് ഈ കൂടോത്രവും മന്ത്രവാദവും ഒക്കെ ചെയ്ത് ചില ആൾക്കാർ നടത്തിയിരുന്നത്. അതൊന്നും നല്ല കാര്യമല്ല. ദൈവം തന്നെ വിചാരിക്കണം, നമുക്ക് തന്ന വസ്തു നമ്മൾക്കൊരു ആപത്ത് വരുമ്പോൾ അത് വിറ്റ് നമ്മളെ ആ ദുരിതത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ആ ദൈവം തന്നെ നമ്മൾക്ക് ഒരു പരിഹാരം പറഞ്ഞു തരും. നീ ഇന്നതുപോലെ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന വഴിപാട് ചെയ്യൂ എന്ന്. അതുകൊണ്ടാണ് ജാതകം പരിശോധിക്കാൻ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം വെച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഈ വസ്തു നമ്മുടെ കയ്യിൽ നിന്ന് പോകുമോ ഇല്ലെന്ന്, ഇല്ലേ? അപ്പം ദൈവഹിതത്താൽ വന്ന ആ വസ്തു നമ്മളിൽ നിന്നും പോയി നമ്മളുടെ ദുരിതത്തിൽ നിന്നും ഒരു മോചനം ഉണ്ടാകാൻ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ജാതകത്തിൽ ചൊവ്വ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം ജാതകത്തിൽ. അതുപോലെ ചാരവശാലും ചൊവ്വ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം. അതായത് ജാതകത്തിൽ ചൊവ്വ ഓജരാശി നിൽക്കുകയാണെങ്കിൽ, അതായത് മുരുകനെ അല്ലെ സുബ്രഹ്മണ്യനെ നമ്മൾ പൂജിക്കണം, സുബ്രഹ്മണ്യനെ പൂജ ചെയ്യണം. ചൊവ്വ യുഗ്മരാശിയിലാണെങ്കിൽ നമ്മൾ ദേവിയെ പൂജിക്കണം, ദേവിക്ക് വേണ്ട വഴിപാടുകൾ നടത്തണം. അപ്പൊ ഓജരാശിയാണെങ്കിൽ സുബ്രഹ്മണ്യനും, യുഗ്മരാശിയാണെങ്കിൽ ദേവിക്കും പൂജ ചെയ്ത് അവരുടെ പ്രീതി മേടിക്കണം. ആ ദൈവത്തിന്റെ പ്രീതി മേടിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥന അവിടെ ചൊല്ലണം. നമ്മൾക്ക് ഈ വസ്തു വിറ്റ്
നമ്മളെ ഇതിൽ നിന്നും മുക്തി തരണേ, അതിന് ഇടപെടണേ, ദൈവ ഹിതത്താൽ എനിക്ക് കിട്ടിയേക്കണ വസ്തുവാണെങ്കിലും എൻ്റെ ഈ ദുരിതത്തിൽ നിന്ന് എനിക്ക് മോചനം തരാൻ ഭഗവാനെ അല്ലെ ഭഗവതിയെ ഇതൊന്ന് വിറ്റ് തരണേ എന്ന് ആ ദൈവത്തോട് നമ്മൾ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ അതിന് തീർച്ചയായിട്ടും നമുക്ക് ഫലം ഉണ്ടാവും. മറ്റൊന്ന്, ഈ രക്ഷസിന് ഈ സ്ഥല സംബന്ധമായ ചില ഇതിനൊക്കെ അനുകൂലമാക്കിയൊക്കെ മാറ്റുന്നതിനായിട്ട് ഈ ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം കർത്തവാവിന് കൊടുക്കുക. ഒരു 3 മാസമെങ്കിലും അടുപ്പിച്ച് കൊടുക്കണം. ബ്രഹ്മരക്ഷസിന് കർത്തവാവിന് പാൽപ്പായസം കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലദോഷ സംബന്ധമായ എന്തെങ്കിലും ദോഷം നമ്മളിലുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതുപോലെ ചൊവ്വാഗ്രഹത്തിന് പൂജ നടത്തണം. അതായത് ചൊവ്വാഗ്രഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ ഭൂമിയുടെ കാരകനായ ചൊവ്വക്ക് ആ ചൊവ്വാഗ്രഹത്തിന് പൂജ നടത്തി അതിന് ഭൂമി വിൽക്കാനായിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് 4 മൂലയിൽ നിന്നും കുറച്ച് മണ്ണെടുക്കണം. 4 മൂലയിൽ നിന്നും കുറച്ച് മണ്ണെടുത്തിട്ട് അത് ഈ പറഞ്ഞ നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ സുബ്രഹ്മണ്യനാണെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കൊടുത്ത്, അല്ലെങ്കിൽ ചൊവ്വ രുക്മരാശിയാണെങ്കിൽ രുക്മരാശിയിലുള്ള ദേവിയുടെ അടുത്ത് ആ ദേവിയുടെ ക്ഷേത്രത്തിൽ കൊടുത്ത് അതൊന്ന് പൂജിച്ച് വാങ്ങണം ആ മണ്ണ്. അപ്പോൾ ആ ശാന്തിനോട് കാര്യം പറയണം, ഈ ഭൂമി ഞങ്ങളുടെ ഭൂമിയാണ്, ആ ഭൂമിയുടെ ദോഷങ്ങളൊന്ന് മാറി ഇതൊന്ന് വിൽക്കാൻ വേണ്ടിയാണ് എന്ന് ശാന്തിനോട് പറഞ്ഞാൽ, സന്മനസ്സുള്ള ശാന്തിയാണെങ്കിൽ ചെയ്തു തരും. എല്ലാ ശാന്തിമാരും ചിലപ്പോൾ ചെയ്തു തരില്ലട്ടാ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ചില ശാന്തിമാർ ചെയ്തു തരും. അതൊന്ന് പൂജിച്ച് തരണമെന്ന്, ആ മണ്ണൊന്ന് പൂജിച്ച് തരണം. ഇത് എൻ്റെ ദുരിതത്തിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഞാൻ കഷ്ടപ്പാടും ദുരിതത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും എന്നിൽ നിന്ന് ആ ഭൂമി ഒന്ന് വിറ്റ് പോകാൻ വേണ്ടിയുള്ള ഒരു പൂജ ഭൂമി ഒന്ന് പൂജിക്കണേന്ന്, മണ്ണ് പൂജിക്കണേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ശാന്തിമാർ ചെയ്തു തന്നു വരും. അങ്ങനെ ചെയ്ത് കിട്ടിയാൽ ആ മണ്ണ് നിങ്ങൾ ആ എടുത്ത സ്ഥലത്ത് 4 മൂലയിലും കൊണ്ടുപോയി ഇടാം. അതോടൊപ്പം ആ ദേവീ ദേവന്മാരെ നമ്മൾ വന്ദിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.